പരിഗണന എല്ലാത്തിനും ആവശ്യമാണ്. ഒരു ചെറിയൊരു പരിഗണന എല്ലാത്തിനും വേണം. കൊറോണയുടെ സമയത്ത് എൻ്റെ ഒരു അനുഭവം പറയാം. ഓൺലൈൻ ക്ലാസ്സായപ്പോൾ പുറത്തേക്ക് പോകേണ്ടതില്ല, പോലെ തന്നെ പോയി ഞാനും എൻ്റെ മോനും. അപ്പൊ പിന്നെ എല്ലാവരും വാട്ടിനെ പോറ്റാന്നപ്പോ നമ്മളും ആ വാട്ടിനെ പോറ്റാൻ തീരുമാനിച്ചു. കാരണം ഓരോരുത്തർക്ക് നല്ല പണിയാണല്ലോ, അമ്പിയാക്കളെല്ലാം ചെയ്ത ജോലിയാണ് ആട്ടിനെ പോറ്റൽ. അപ്പൊ നമുക്ക് നല്ല റാഹത്തായി. കാരണം മലവഴിക്ക് ആട്ടിനെ ആളുകൾ വരുക. അപ്പൊ ആദ്യത്തെ ആട്ടിനെല്ലാം 2 ദിവസം പോറ്റേണ്ടി വന്നിട്ടുള്ളൂ. വേഗം കൂടുതലായും കിട്ടി, നല്ല ലാഭം കിട്ടും. കൂട്ടത്തിലെ മോനെ ആട്ടിനെ കൊണ്ടുവന്നു. ആട്ടിനെ കൊണ്ടുവന്ന് മിറ്റത്തന്നെയുള്ള ഒരു പേരമരത്തിനോട് കെട്ടിയിട്ട് ഈ ആട് വെള്ളം കുടിക്കുന്നില്ല, ഇലയും തിന്നുന്നതിലൊന്നുമില്ല. കുടുങ്ങിയില്ലേ? നമുക്കിത് മുമ്പ് പോറ്റിട്ടുള്ള വലിയ പരിചയമില്ല. അപ്പൊ എന്നോട് മോൻ പറഞ്ഞൊരു കാര്യം ചെയ്താൽ അജപാലകർ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നത്തെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു ഡോക്ടർ മറുപടി പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, മരുന്നൊന്നും കൊടുക്കണ്ട, അതൊന്നും പരിഗണിച്ചാൽ മതി. അപ്പൊ നിനക്ക് മനസ്സിലായില്ല, ഞാൻ കളത്തിലല്ലോ ഇങ്ങോട്ട് ചെവിയെല്ലാം തടയി കൊടുത്ത് റെഡിയാക്കി. പിന്നെ ഞാൻ പറയുമ്പോൾ ഒരാൾ കേൾക്കൽ തുടങ്ങി. അപ്പൊ അതിനെ പരിഗണിക്കണം. അതങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വന്നതാണ്. കുട്ടികളെല്ലാം കളിക്കുന്ന, ആളുകൾ ശ്രദ്ധിക്കുന്ന, നല്ല പരിഗണന കൊടുക്കുന്ന ഒരു വീട്ടിൽ നിന്ന് വന്നതാണ്. അതായതുകൊണ്ട് നമ്മളെ കൊണ്ടൊന്നും കെട്ടി ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഒന്നും തിന്നാൻ പുല്ലും തിന്നതില്ല, വെള്ളം കുടിക്കുന്നില്ല. പിന്നെ റെഡിയായി, നല്ല ഉഷാറായി. ഇതുപോലെ എന്റെ ഉമ്മമാർക്കെടുത്ത സദസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പല സ്ഥലങ്ങളിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയൊക്കെ മാനസിക രോഗം. 2 ദിവസം കഴിഞ്ഞാൽ കുട്ടി ഒന്നും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, പരിഗണന പറഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മോളെ പോലെ ആ കുട്ടീനെ കണക്കാക്കണം. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്റെ മകളെ കല്യാണം വലിയ സന്തോഷം ഉണ്ടാവും. മകളെ ഇറങ്ങിപ്പോയാൽ പിന്നെ ഒരു ബേജാറുണ്ടാവും രക്ഷിതാവിന്റെ മനസ്സിൽ. അതേ രക്ഷിതാവുണ്ടാവും. അങ്ങനെ വിളിക്കൂ. അധികം കുട്ടീനെ ഉമ്മയെ വിളിക്കുക. അവിടെ എത്തിയതിന് ശേഷം ഒരു മണിക്കൂറോ കഴിഞ്ഞ് എന്റെ മകളെ വിളിച്ചു. എന്റെ ഭാര്യ വിളിച്ചപ്പോ അവിടുത്തെ ഉമ്മ ഫോണെടുത്ത് ചോദിച്ചു, ആരാ വിളിക്കുന്നത്? അന്നത്തിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉമ്മ പിന്നെ ചോദിച്ചു, ഏതുമ്മ? അന്നത്തിന്റെ ഉമ്മ. അന്നത്തിന് ഉമ്മയോ? അന്നത്തിന്റെ ഉമ്മ ഞാനല്ലേ. അത് കേട്ടപ്പോ എന്റെ ഭാര്യക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആ ഉമ്മ ഇതുവരെ ഉമ്മയും മകളുമായിട്ട് തന്നെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുക. ഉമ്മക്ക് ചെറിയൊരു അസുഖം ഇപ്പോ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നല്ല പരിഗണന എല്ലാവർക്കും ആവശ്യമാണ്. ബാക്കി നല്ലോണം വിശദീകരിച്ച്